മസീറ തുറമുഖത്ത് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി റാഫോ. സുരക്ഷിതമല്ലാത്ത VPN ആപ്പുകൾ പണിതരും മുന്നറിയിപ്പുമായി TRA. മസ്കത്തിൽ ജ്വല്ലറിയുടെ ചുമർ തുറന്ന് കൊള്ളയടിക്കാൻ ശ്രമം, 4 പ്രവാസികൾ അറസ്റ്റിൽ. പറന്ന ഡ്രൈവർമാർ വിലങ്ങിട്ട് ROP. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മസീറ തുറമുഖത്ത് മത്സ്യബന്ധന ബോട്ടുകളുടെ അവശിഷ്ടങ്ങൾക്ക് തീപിടിച്ച് അപകടം. മസീറ എയർബേസിൽ റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാന്റെ ഫയർ ഫ്ലൈയിംഗ് സംഘം ഉടനെ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. പൗരന്മാരുടെയും താമസക്കാരുടെയും പൊതുമുതലിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുൽത്താന്റെ സായുധ സേനയും പ്രതിരോധ മന്ത്രാലയത്തിലെ മറ്റ് വകുപ്പുകളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടത്തുന്ന സംയോജിത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ അടിയന്തര ഇടപെടൽ. സുരക്ഷിതമല്ലാത്ത VPN ആപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾക്ക് ഒമാൻ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇത്തരം ആപ്പുകളുടെ ഉപയോഗം വ്യക്തിഗത വിവരങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയാണെന്ന് അതോറിറ്റി അറിയിച്ചു. ഇവ ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ട്രാക്ക് ചെയ്യുകയോ പങ്കുവെക്കുകയോ ചെയ്തേക്കാം. അനാവശ്യ പെർമിഷനുകൾ ആവശ്യപ്പെടുക, ലോഗിൻ വിവരങ്ങൾ അടക്കമുള്ള ഓൺലൈൻ പ്രവർത്തനങ്ങൾ ചോർത്തുക, മാൽവെയറുകൾ പ്രവേശിക്കാനുള്ള സാധ്യത, ഉപയോക്താക്കളെ സംശയാസ്പദമായ ലിങ്കുകളിലേക്കും വെബ്സൈറ്റുകളിലേക്കും നയിക്കാനുള്ള സാധ്യത തുടങ്ങിയ അപകട സാധ്യതകളെ കുറിച്ചും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മസ്കത്ത് ഗവർണറേറ്റിലെ മത്ര വിലായത്തിൽ ജ്വല്ലറിയുടെ ചുമര് തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ച 4 ഏഷ്യൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കത്തിലെയും വടക്കൻ ബാത്തിന, ദോഫാർ പോലീസ് കമാൻഡുകളുടെയും സഹകരണത്തോടെ നടത്തിയ തെരച്ചിലിനും അന്വേഷണത്തിനും ഒടുവിലാണ് 4 പ്രതികളെയും പിടികൂടിയത്. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ROP അറിയിച്ചു. ഒമാനിൽ 200 കിലോമീറ്ററിലധികം വേഗത്തിൽ വാഹനമോടിച്ച 2 ഡ്രൈവർമാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ദോഫാർ ഗവർണറേറ്റിലേക്ക് പോകുന്ന സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡിലാണ് സംഭവം. ട്രാഫിക് പോലീസിന്റെ പതിവ് പരിശോധനയ്ക്കിടയിൽ മൊബൈൽ റഡാറുകൾ വഴിയാണ് ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ഇതിലൊരു വാഹനം മണിക്കൂറിൽ 222 കിലോമീറ്റർ വേഗതയിലും മറ്റൊന്ന് മണിക്കൂറിൽ 203 കിലോമീറ്റർ വേഗതയിലുമാണ് സഞ്ചരിച്ചിരുന്നത്. ഇരു ഡ്രൈവർമാർക്കെതിരെയും നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ROP അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.